ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് ടോക്കൺസിൽ കീവേഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സ്, an identifier is a collection of characters which act as the name of variable, function, array, pointer, structure, etc. അതായത് നമ്മൊരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കാൻ നേരത്ത് അല്ലെങ്കിൽ ഒരു അറേ ഉണ്ടാക്കാൻ നേരത്ത് ഈ പോയിൻറ്റേഴ്സ്, അങ്ങനെ അറേ പോയിൻറ്റേഴ്സ് ഫംഗ്ഷനൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ നേരത്ത് നമ്മൾ ഒരു പേര് കൊടുക്കും. ഓക്കെ, ആ പേര് കൊടുക്കണേന് ആ പേരിനെയാണ് നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ പേര് കൊടുക്കാൻ നേരത്ത് കുറേ കണ്ടീഷൻസ് ഉണ്ട് പ്രോഗ്രാമിൽ. അപ്പോൾ ആ കണ്ടീഷൻസ് കറക്റ്റാണെങ്കിൽ മാത്രമേ അത് നമുക്ക് എന്താണ് വാലിഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റൂൾസ് ഉണ്ട്, ആ റൂൾസ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ആൻ ഐഡൻറ്റിഫയർ കണ്ടെയ്ൻ ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ സിമ്പിൾ ഓൺലി. അതായത് ഒരു ഐഡൻറ്റിഫയറിൽ നമുക്ക് എന്താണ് അപ്പർ കേസ് ലെറ്റർ ഉപയോഗിക്കാം, ലോവർ കേസ് ലെറ്റർ ഉപയോഗിക്കാം, ക്യാപിറ്റൽ എ, സ്മോൾ എ ഇതൊക്കെ ഉപയോഗിക്കാം. പിന്നെ എന്താണ് ഡിജിറ്റ്സ് ഉപയോഗിക്കാം, 1 2 3 ഉപയോഗിക്കാം. പിന്നെ എന്താണ് അണ്ടർസ്കോർ ഉപയോഗിക്കാം. ഇതാണ് അണ്ടർസ്കോർ, ഒരു ലൈൻ താഴത്തോളം. ഓക്കെ, അണ്ടർസ്കോർ ഉപയോഗിക്കാം. വേറെ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഇപ്പോൾ @ പിന്നെ ഈ ആംബിസെൻറ്റ് സിമ്പിൾ, @ ഡോളർ സിമ്പിൾ ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല നമുക്ക്. ഓക്കെ, ഇതൊക്കെ ഇൻവാലിഡാണ്. ഓക്കെ, ആൻ ഐഡൻറ്റിഫയർ ഷുഡ് നോട്ട് സ്റ്റാർട്ട് വിത്ത് എ ഡിജിറ്റ് വാല്യൂ. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഒരു പേര് കൊടുക്കാൻ നേരത്ത് നിങ്ങൾ ഒരിക്കലും എന്താണ് ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത്, അതിപ്പോൾ 1 മലയാളി കോഡർ, ഇത് ഒരു തെറ്റാണ്, അത് ഇൻവാലിഡാണ്. ഓക്കെ, പിന്നെന്താണ് ഇറ്റ് ക്യാൻ സ്റ്റാർട്ട് വിത്ത് ലെറ്റർ ഓർ അണ്ടർസ്കോർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം, മലയാളി കോഡർ എന്ന് പറഞ്ഞ ലെറ്റർ ഡയറക്റ്റായിട്ട് എഴുതാം, അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ഇട്ടിട്ട് മലയാളി കോഡർ എന്ന് എഴുതാം. ഓക്കെ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. നെക്സ്റ്റ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, തേർഡ് റൂൾ എന്ന് പറഞ്ഞാൽ ഷുഡ് നോട്ട് യൂസ് എനി സ്പെഷ്യൽ സിമ്പിൾസ് ഇൻ ബിറ്റ്വീൻ ഐഡൻറ്റിഫയർ ഈവൻ വൈറ്റ് സ്പേസ്. അത് നിങ്ങൾ വേറൊരു സിമ്പിൾ യൂസ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ @ ഡോളർ സിമ്പിൾ ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓൺലി അണ്ടർസ്കോർ, ഒരു സ്പേസ് പോലും വിടാൻ പാടില്ല. ഇപ്പം ഞാൻ മലയാളി കോഡർ എന്ന് എഴുതി, അതായത് മലയാളി പിന്നെ ഇവിടെ സ്പേസ് വിട്ടിട്ട് നിങ്ങൾ കോഡർ എന്ന് എഴുതരുത് ഒരിക്കലും. ഓക്കെ, ഇവിടെ ഒന്നില്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ ഇടുക, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി അടുപ്പിച്ച് എഴുതുക. ഓക്കെ, അപ്പോൾ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. നെക്സ്റ്റ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ കീവേഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയർ. അതായത് ഒരു കീവേഡ് നമ്മൾ എന്താണ് ഒരു ഐഡൻറ്റിഫയർ ആയിട്ട് യൂസ് ചെയ്തത്. ഞാൻ കീവേഡ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാണ്, കീവേഡ് ഒരിക്കലും ഒരു ഐഡൻറ്റിഫയർ, അതായത് ഒരു വേരിയബിൾ നെയിമായിട്ടോ കോൺസ്റ്റൻ്റ് ആയിട്ടോ യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് ഫിഫ്ത്ത് സ്റ്റെപ്പ്, ദർ ഈസ് നോ ലിമിറ്റ് ഫോർ ലെങ്ത് ഓഫ് ആൻ ഐഡൻറ്റിഫയർ. അതായത് ദർ ഈസ് നോ ലിമിറ്റ്, നിങ്ങൾക്ക് എത്ര വലിയ ഐഡൻറ്റിഫയർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ കമ്പൈലർ എന്താണ് ഫസ്റ്റ് 31 ഡിജിറ്റ്സ് മാത്രമേ നോക്കുള്ളൂ, അതായത് ക്യാരക്ടേഴ്സ് മാത്രമേ എന്താണ് കമ്പൈലർ വായിക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ യൂസ് ചെയ്യാം, എത്ര ലെങ്ത് ആണെങ്കിലും ഒരു കുഴപ്പമില്ല. നെക്സ്റ്റ് ഇനി നമുക്ക് ഇതിനകത്ത് ഏതാണ് കറക്റ്റായിട്ടുള്ള ഏതാണ് തെറ്റെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 1 മലയാളി കോഡർ, ഇത് തെറ്റാണ്. കാരണം എന്താണ് ഒരിക്കലും ഡിജിറ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഒന്നില്ലെങ്കിൽ അണ്ടർസ്കോർ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് എന്തെങ്കിലും ലെറ്റേഴ്സ് ആൽഫബറ്റ്സ് യൂസ് ചെയ്യാം, നേരെ മലയാളി കോഡർ എന്ന് എഴുതാം. ഒരിക്കലും ഇതെന്താണ് ഡിജിറ്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് പറഞ്ഞാൽ എന്താ മലയാളി കഴിഞ്ഞ സ്പേസ് ഇടുകയാണ്. സ്പേസ് ഒരിക്കലും എന്താണ് ഐഡൻറ്റിഫയറിൽ ഇടാൻ പാടില്ല. ഒന്നില്ലെങ്കിൽ ഇവിടെ ഒരു അണ്ടർസ്കോർ ഇടുക, അല്ലെങ്കിൽ മലയാളി കോഡർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുമിച്ച് എഴുതുക. നെക്സ്റ്റ് @ മലയാളി കോഡർ എന്താണ് അതും തെറ്റാണ്. കാരണം എന്താ ഞാൻ പറഞ്ഞത് എന്താണ് നമുക്ക് ആൽഫബറ്റ്സ് യൂസ് ചെയ്യാം, ഡിജിറ്റ്സ് യൂസ് ചെയ്യാം, സ്പെഷ്യൽ സിമ്പിളായിട്ട് എന്താണ് അണ്ടർസ്കോർ യൂസ് ചെയ്യാം, വേറെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് മലയാളി _ കോഡർ, ഇത് കറക്റ്റാണ്. കാരണം എന്താണ് ഇതിനകത്ത് സ്പേസ് ഇല്ല, വേറെ സിമ്പിൾസ് ഒന്നും യൂസ് ചെയ്യില്ല, കറക്റ്റ് ഫോമിലാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ. ഇനി നമ്മുടെ കീവേഡ് കഴിഞ്ഞാൽ ഐഡൻറ്റിഫയർ കഴിഞ്ഞു. അടുത്ത് നമ്മൾ ഓപ്പറേറ്റേഴ്സാണ് നോക്കാൻ പോണത്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോയും കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. കാരണം എന്നാലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുള്ളൂ, അതായത് അപ്ഡേറ്റ് ചെയ്യുള്ളൂ വീഡിയോ വരുമ്പോൾ. ഓക്കെ, അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ താങ്ക്സ്.